നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ബൈക്കും കാറൊക്കെ ഉള്ള പോലെ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരു വീട്ടിൽ 2-3 ബോട്ടുകളുണ്ട് എല്ലാവർക്കും. 650. ഇതോ ചെമ്മീനോ? പ്രോൺസ്. അപ്പോൾ ഇതിനോ? പ്രോൺസിന് 1 കിലോ 600. മറ്റേ ആലപ്പുഴക്ക് പോവാണ് ബൈക്ക് എടുത്തിട്ട്. ആലപ്പുഴ ഇതാക്കണം. ഇവിടുന്ന് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഇവിടുന്ന് മോർണിംഗുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. മീൻകറിയും പൊറോട്ടയും ഓർഡർ ചെയ്തു. അപ്പോൾ 10 മണി കഴിഞ്ഞില്ലേ, മീൻകറിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാക്കണം മുട്ടക്കറി കിട്ടിയിട്ടുണ്ട്. മുട്ടക്കറി പുന്നമട എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ബാർഗൈൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഓരോരോ ബോട്ടിനും പല റേറ്റാണ് പറയണത്. ഇപ്പോൾ ഇങ്ങനത്തെ ബോട്ടിന് 2500-2000 റുപ്യ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബോട്ട് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇവിടുന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ ഏതായാലും ഒന്ന് പുന്നമട ഫുള്ള് കറങ്ങി. കേരള സർക്കാരിൻ്റെ ഒരു അടിപൊളി സാധനം കാണുന്നുണ്ട്. നേരെ പുന്നമടക്കായലോട്ട് പുന്നമടക്കാലത്ത് ബോട്ട് റേസ് വള്ളക്കളി നടക്കുന്ന സ്ഥലം. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വേമ്പനാട്ടുകാരിലേക്ക് പോവുക. അത് കുറിച്ച് ഉള്ളിലോട്ട് അതിൻ്റെ വില്ലേജിലേക്ക് നമ്മൾ ബോട്ട് കയറുകയാണ്. ബോട്ട് കയറിയിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ, ഹായ്. ഇപ്പോൾ വെള്ളംകളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതാകണം കാണുന്ന റെഡ്, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെയാണ് എൻഡിങ് വരുന്നത്. ഇതാട്ടോ നമ്മൾ നേരത്തെ കണ്ടത് വെള്ളംകളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞില്ലായിരുന്നു. ആലപ്പുഴ കളിക്കുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞിപ്പോ നേരണ്ടോ ഒരു അപ്പൂപ്പന് മീൻ പിടിക്കുന്നുണ്ട്. വഴിക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങായിട്ട് ചുറ്റിയിട്ട് ഇത് ചുറ്റിയിട്ട് നോക്കണം. ഈ ഒരു വഴിക്ക് ഇങ്ങനെ തിരിച്ചു വന്നിട്ട് അങ്ങോട്ടാണ് പോവാ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം. ഒരു സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 650. ഇതോ ചെമ്മീനോ? പ്രോൺസ്. അപ്പോൾ ഇതിനോ? പ്രോൺസിന് 1 കിലോ 600. മറ്റേതോ? മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കരിമീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി, അവിയൽ, അച്ചാർ, പച്ചടി, സാമ്പാർ, ചോറ്. പിന്നെ അവിടെ മെയിനായിട്ട് കരിമീൻ. അടിപൊളി. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇനി ബോട്ടിലേക്ക് നടക്കാം. നമ്മൾ ബോട്ട് ഇതാക്കണം. ഇവിടെ ബോട്ട് കയറി ഇനിയിപ്പോൾ ഇതിലെങ്ങനെ അങ്ങോട്ട് പോയിട്ട് ചുറ്റിയിട്ട് വരികയാണ്. 1 ദിവസം 2 ദിവസം കൊണ്ടോ ഈ ഒരു വ്ളോഗ് തീർക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ബൈക്കും കാറൊക്കെ ഉള്ള പോലെ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരു വീട്ടിൽ 2-3 ബോട്ടുകളുണ്ട് എല്ലാവർക്കും. ഒരുപാട് സാധനങ്ങൾ തോന്നി കിടക്കില്ല. ഇതാട്ടോ കുരുവി കൂടെ. ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തോട്ട് പോയി തിരിച്ച് ഇവിടെ എത്തിട്ടോ. നമ്മൾ ബൈക്ക് പോകാനുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വന്ന വഴി തിരിച്ചുള്ള യാത്ര തുടങ്ങി. ഇപ്പോൾ സമയം 4:45. നമുക്കൊരു സ്ഥലത്ത് ചാർജ് ഇടേണ്ടി വരും അല്ലേ? ഒരു സ്ഥലത്ത് ഇപ്പോൾ ചാർജ് ഇടേണ്ടി വരും. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം. ഇനി ചാർജിങ്ങിൻ്റെ സ്ഥലം കാണണം. വണ്ടി ചാർജ് ഇട്ടിരിക്കുക. 30% ചാർജായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാക്കണ നല്ലൊരു വ്യൂവിൽ ഇതാക്കണ ഒരു ചായക്കട കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകുന്ന വിചാരിച്ചു. ഇതെവിടെ സ്ഥലം അറിയില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നടത്തിയതാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ല. ഇതൊരു പൊടിനീർ റോസ്റ്റ്, നല്ല ചൂടുള്ള ഫുഡ്.